എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ CI KG പ്രതാപചന്ദ്രന് സസ്പെൻഷൻ. CIക്കെതിരായ നടപടിയിൽ സന്തോഷമെന്ന് മർദ്ദനമേറ്റ ഷൈമോൾ 24നോട് പറഞ്ഞു. സ്റ്റേഷനിൽ അതിക്രമം നടത്തിയെന്ന പോലീസിന്റെ വാദം തള്ളി. തന്റെ പക്കലും ദൃശ്യങ്ങൾ തെളിവായുണ്ടെന്നും ഷൈമോൾ 24നോട്. ഷൈമോൾക്കും കുടുംബത്തിനുമൊപ്പം നമ്മുടെ പ്രതിനിധി നിതിൻ അംബുജൻ ചേരുകയാണ്. മനസാക്ഷ്യത്തിന് ഞെട്ടിച്ച സംഭവമായിരുന്നു, ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം ഏറ്റവും ഒടുവിലായി ചർച്ച ചെയ്തത്. വലിയ രീതിയിൽ തന്നെ അത് വിവാദമാവുകയും വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. ആ ഒരു ഇവരുടെ പോരാട്ടത്തിനൊടുവിൽ പോലീസ് ഉദ്യോഗസ്ഥനായ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കുടുംബം ഇപ്പോൾ 24 ചേരുകയാണ്. ഇന്നലെ ഏറ്റവും ഒടുവിലായി പോലീസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വന്നു. എന്താണ് പ്രതികരണം? സന്തോഷമുണ്ട് അതിൽ, കാരണം അത്രത്തോളം ഞങ്ങൾ അനുഭവിച്ചു. വീണ്ടും വീണ്ടും വന്ന് നാൾ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അതിലേറെ വിഷമമുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ടോ തിരിച്ചു വരുന്നവരും വരെയുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആകെ അവിടെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ നെഞ്ചത്ത് പിടിച്ച് തള്ളിയപ്പോൾ ഞാൻ ആളെ പോയി ഒന്ന് ടച്ച് ചെയ്ത പോലെ ആയിട്ടുണ്ട്. അതല്ലാണ്ട് അതിനപ്പുറം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. എല്ലാ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. കുട്ടികളെ താഴെ എറിയാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ഇന്നലെ ആ സമയത്ത് അവിടെ സ്റ്റേഷനിൽ സംഭവിച്ചത്? ശ്രമിച്ചു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം എന്ന് എനിക്കറിയത്തില്ല. ശ്രമിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് അവർ വാങ്ങിപ്പോകുന്നത് വ്യക്തമായിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നത്? അത് ചിന്തിച്ചാൽ പോരെ. ഇതിൽ CCTV ദൃശ്യം കണ്ടപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു, അവിടെ കുറേ നേരം ബഹളം വെക്കുന്നു, അതിനുശേഷമാണ് പോലീസ് പിടിച്ചു മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഗർഭിണിയാണെന്ന് അവർ അറിയില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. അതെന്താണ് അതിൽ? അവർ ഗർഭിണിയാണെന്നല്ല അറിയാത്തുള്ളൂ. 2 പൊടിക്കുഞ്ഞുങ്ങൾ എൻ്റെ ഇടയിലുണ്ടല്ലോ. പിന്നെ ഞാനവിടെ ബഹളം വെക്കേണ്ട ആവശ്യം വെച്ചാൽ ഞാൻ ബഹളമല്ല, കരയുകയാണ് ചെയ്തത്. ഉറക്കെ കരയുകയാണ് ചെയ്തത്. എൻ്റെ ഹസ്ബൻഡിനെ അടിക്കുന്ന കണ്ടു കഴിഞ്ഞ് ആരായാലും കരഞ്ഞു പോകത്തില്ലേ, വിഷമിച്ച് പോകത്തില്ലേ? അതേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചില്ല. വനിതാ പോലീസുകാരാണ് എൻ്റെ മുടിപ്പുറയുന്നൊക്കെ, അതെല്ലാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പിന്നെ എന്തിനാണ് പിന്നെയും ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല. അതിനുള്ള പ്രൂഫ് ചെല്ലുമ്പോൾ തൊട്ട് തിരിച്ചു വരുന്നവരെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇന്നലെ പോലീസിനിപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനം വന്നു. അപ്പോൾ നീതി കിട്ടിയെന്ന് തോന്നുന്നു. നമുക്കൊരു ചെറിയൊരു സമാധാനം, പൊതുജനങ്ങളുടെ മുന്നിലൊരു സമാധാനം കിട്ടിയ പോലെയുണ്ട്. നമുക്ക് കോടതിയിൽ നിന്ന് ഇനി നിയമപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങണം. ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പുള്ളി ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ അടുത്ത് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സ്കാനിങ് റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങൾക്ക് ഡേറ്റ് പറഞ്ഞിട്ടുള്ളതും എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ കാണിച്ചു കൊടുത്തു അവർക്ക്. എന്നിട്ട് പുള്ളി അത് ഞങ്ങൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാണ് ദൈവത്തിന് പറ്റിക്കാൻ പറ്റുമോ? സ്കാൻ ചെയ്യാൻ പോകുന്നതിലായിട്ടാണോ പോലീസ് പിടിച്ചത്? അതെ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഗല്ലാതും, അതായത് തൊടുപുഴയിലാണ് ഞങ്ങൾ സ്കാനിങ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രകാരം ഞങ്ങൾ തൊടുപുഴയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ബാഗെല്ലാം ശരിയാക്കി ഇരിക്കണ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 ദിവസത്തേക്ക് ഞങ്ങൾ ഒളിവിലായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. 24 മണിക്കൂറും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ ആക്സസ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് ഒളിച്ചു മാറി പോയി പിടിക്കുക കാര്യങ്ങളൊന്നും ഇല്ല. ഇവർ ഇങ്ങനെ നമ്മളെ ചതിക്കുന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മളിങ്ങനെ പ്രതി ചേർത്ത് ചതിക്കുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി പറയണ ആരോപണങ്ങൾക്കുള്ള മറുപടികളൊക്കെ ഞാൻ കോടതിയിൽ കൊടുത്തുകൊണ്ട് മറുതെളിവുണ്ട്, ദൃശ്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവർ വന്നിട്ട് നമ്മളതിനെ അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ കൊടുത്തിട്ടുള്ളതാണ്, ഹാജരാക്കിയിട്ടുള്ളതാണ്. തുടർ നിയമ നടപടി ഇങ്ങനെയാണ്. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യും നമ്മൾ. പുള്ളി ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ വലിയ ക്രിമിനലാന്നൊക്കെയാണ് ആരോപണങ്ങൾ വരുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം. നമുക്ക് ഉള്ള കേസുകളും കാര്യങ്ങളൊക്കെയും. നിങ്ങളൊരു തെളിവായിട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഏത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലോ, അപ്പോൾ അതൊരു തെളിവായിട്ടൊരു പരാതി വീണ്ടും കൊടുക്കുന്നുണ്ടോ? അത് നമ്മൾ വക്കീലായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കഷൻ ഉണ്ട്. അതിനുശേഷം നമ്മൾ തീരുമാനിച്ച് ചെയ്യും. ഓൾറെഡി നമ്മൾ ഒരു നല്ല രീതിയിലുള്ള പരാതികൾ കൊടുത്തിട്ടുള്ളതാണ്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും DGPയുടെ ഓഫീസിലേക്കും എല്ലാവർക്കും. ഇനി ഫർദർ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് വക്കീലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിച്ചിട്ട് ചെയ്യും. ഇന്ന് ഇപ്പോൾ ഈ പോലീസ് ഇവൾക്കെതിരെ കൊടുത്തിട്ടുള്ള പരാതിയുടെ കേസിന് വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്നാണ് നമുക്ക് അവിടെ ചെല്ലേണ്ടത്, ഇവൾക്ക് ഹാജരാവേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ കോടതിയിൽ കാര്യങ്ങളൊക്കെ പറയട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉടൻ തന്നെ ഇടപെട്ടു. അപ്പോൾ ഇങ്ങനെയാണ് പെട്ടെന്നൊരു നടപടി ഉണ്ടായി, അതിലെന്താണ് പറയുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കും. പോലീസിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിൽ ആശ്വാസമുണ്ടെന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത്.
ഷൈമോളും കുടുംബവും 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് പോലീസ് സ്റ്റേഷനിലെ അതിക്രമത്തിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നത്. ഇന്നലെ പ്രൈം ടൈം വിത്ത് എസ്കെൻ എന്ന പരിപാടിയിൽ ഇവർ പങ്കെടുത്തിരുന്നു. ഇവർ രണ്ടുപേരും അവർക്ക് സംഭവിച്ച അപകടം എന്താണെന്നൊക്കെ നമ്മോട് പറഞ്ഞിരുന്നു. ഗർഭിണിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമ്പോഴും ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ ഗർഭിണി അല്ലെങ്കിലും മർദ്ദിക്കാമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. CI KG പ്രതാപചന്ദ്രൻ്റെതായ വകുപ്പ് തല അന്വേഷണം തീരുമാനം ഇന്ന് വരും. എന്തായാലും ഇയാളെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സ്ത്രീ ഒരുപാട് ബഹളം വെച്ചു, എനിക്ക് മറ്റു വഴിയില്ലായിരുന്നു എന്നൊക്കെ ഇദ്ദേഹം നമ്മുടെ പ്രതിനിധിയോട് പറയുന്നുണ്ടായിരുന്നു. മർദ്ദനമേറ്റ ഷൈമോളിൻ്റെ വീടിന് മുന്നിൽ നിന്ന് നിതിൻ അംബുജൻ വീണ്ടും ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. നിതിൻ, ശരിക്കും അവർക്ക് നീതി ലഭിച്ചു എന്നുള്ള ഒരു നേരിയ തോന്നൽ അവർക്കുണ്ട് അല്ലേ? എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഒരു ആശ്വാസം, അതായത് പോലീസിന്റെ ഭാഗത്തും ഒരു നടപടി, ആഭ്യന്തര വകുപ്പിൽ നടപടി എന്ന സ്വീകരിച്ചു എന്ന കാര്യത്തിൽ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നിയമ പോരാട്ടം തുടരുമെന്നാണ് ഷൈമോളും അതോടൊപ്പം തന്നെ ബെഞ്ചോയും വ്യക്തമാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ഈ ബെഞ്ചോയുടെ ഉടമസ്ഥതയിലുള്ള ടൂറിസ്റ്റ് ഹോമിലാണ്. ഇത് ഇവരുടെ ടൂറിസ്റ്റ് ഹോമാണ്. ഇവിടെ വെച്ചാണ് കഴിഞ്ഞ വർഷം ജൂണിൽ പോലീസ് ബെഞ്ചോയെ കസ്റ്റഡിയിലെടുക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഈ ബെഞ്ചോയുടെ ടൂറിസ്റ്റ് ഹോമിന് സമീപം, അതായത് ലോഡ്ജിന് സമീപം രണ്ടുപേർ ഇവിടെ വെച്ച് രണ്ടുപേരെ പോലീസ് പിടിക്കുന്നു. ആ പോലീസ് പിടികൂടുന്ന സമയത്ത് ബെഞ്ചു ഇവിടെ നിന്ന് അത് ഫോണിൽ പകർത്തുകയായിരുന്നു. ഇതിനിടയിലാണ് പോലീസ് ബെഞ്ചുയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് 2024 ജൂൺ 18. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം ഇവിടുന്ന് പോലീസ് ഈ കസ്റ്റഡിയിലെടുത്ത ശേഷം പിന്നീട് ബെഞ്ചുവിനെ അതായത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്, അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അത് കേരളം ഏറ്റവും ഒടുവിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയായതാണ്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ വലിയ വിവാദവുമായതാണ്. അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബെഞ്ചോയുടെ ടൂറിസ്റ്റ് ഹോമാണ് ഇത്. ഇപ്പോൾ ബെഞ്ചോ ഇതിനകത്തുണ്ട്. ഇവിടെ വെച്ചാണ് ബെഞ്ചോ നേരത്തെ നമ്മളോടൊക്കെ സംസാരിച്ചത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ എസ്കെൻ, അതായത് ഈ സംഭവം നടന്ന് പോലീസ് ഇവരെ മുഖത്തടിക്കുന്നു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ എന്തായാലും അവർക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് നിയമ പോരാട്ടം നടത്തിയാണ്, 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ ദൃശ്യം ഇന്നലെ അവർക്ക് ലഭിക്കുകയും പിന്നീട് അതിപ്പോൾ നമുക്കെല്ലാം തന്നെ അവർ നൽകുകയും ചെയ്തു, വലിയ തന്നെ ചർച്ചയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും വേഗത്തിൽ തന്നെ ഒരു ദ്രുതഗതിയിൽ തന്നെ ഒരു വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ട്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ദക്ഷിണ മേഖല IG പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത ഒരു തീരുമാനം സ്വീകരിച്ചു. വകുപ്പ് തല നടപടി എന്താണെന്ന് ഇന്ന് തീരുമാനമുണ്ടാകും. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, പോലീസ് മർദ്ദിച്ചൊരു സാഹചര്യത്തിൽ, അതായത് ഗർഭിണിയായ ഒരു സ്ത്രീയെ മർദ്ദിച്ചൊരു പശ്ചാത്തലത്തിൽ എന്തായാലും തുടർ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ഈ ദൃശ്യങ്ങൾ തെളിവായി തന്നെ നൽകിക്കൊണ്ട് മറ്റൊരു പരാതി നൽകുന്ന കാര്യമെല്ലാം തന്നെ ആലോചിക്കുമെന്നാണ് ബെഞ്ചോ അല്പസം മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ പ്രതാപചന്ദ്രൻ സംസാരിച്ച ഘട്ടത്തിൽ അവർ വ്യക്തമാക്കിയത് സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. ഏതാണ്ട് 4 മിനിറ്റ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചത് സ്റ്റേഷനകത്ത് വെച്ച് ഷൈമോൾ ബഹളം വെച്ചു, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളെ താഴെ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതിനിടയിലാണ് വനിതാ പോലീസുകാർ അവരെ തടയുകയും പിന്നീട് വനിതാ പോലീസുകാർ അവരെ പുറത്തേക്കാക്കുകയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇതിനിടയിലാണ് പോലീസിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടായെന്ന് പോലീസ് പറയുന്നു. ആ ആക്ഷനാണ് ശ്രദ്ധിക്കേണ്ട സ്കെൻ. ഒരു ഗർഭിണിയായ സ്ത്രീയുടെ മുഖത്തേക്കാണ് പോലീസ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് അന്യായമായ ഒരു നടപടി ആയതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ പോലീസിന്റെ ഈ സസ്പെൻഡ് ചെയ്ത നടപടി ഇന്നലെ രാത്രി തന്നെ സ്വീകരിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഷൈമോൾ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഷൈമോൾ വ്യക്തമാക്കിയത് തന്റെ കുഞ്ഞുങ്ങളെ താഴെയിറക്കാൻ ശ്രമിക്കുമോ എന്നാണ് ഷൈമോൾ ചോദിച്ചത്. എന്തായാലും ഒരു തുടർ നടപടിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ദൃശ്യങ്ങൾ തെളിവായി തന്നെ ഹാജരാക്കും. ആ ഒരു സാഹചര്യത്തിൽ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അവസാനം വിവരങ്ങളുമായി നമുക്കൊപ്പം ഷൈമോളുടെ വീടിന് മുന്നിൽ നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.